everyone, welcome back to my YouTube channel Midcode Education. So, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ് രംഗത്തേക്ക് പ്രവേശിക്കുന്ന ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് CPC, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഈ CPC എക്സാം എന്ന് പറയുന്നത് ഈസി ആണോ ടഫ് ആണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. What is CPC? In medical coding, CPC stands for Certified Professional Coder. It's a professional certification offered by the American Academy of Professional Coders (AAPC) to medical coders who demonstrate expertise in assigning accurate medical codes for diagnosis and procedures. Okay. അപ്പം എന്താണ് ഈ CPC? അതിൻ്റെ ഫുൾ ഫോം ആണ് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് ഓഫർ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്, മെയിനായിട്ട് ഈ CPC എന്നുള്ളത് കൊണ്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡയഗ്നോസിസിനെയും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സിനെയും എല്ലാത്തെയും പെട്ടെന്ന് തന്നെ ആക്യുറേറ്റായിട്ട് കോഡ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡയഗ്നോസിസിനെയും അതുപോലെ പ്രൊസീജിയേഴ്സിനെയും എല്ലാത്തിനും തന്നെ നമ്മൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അസൈൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് CPC സർട്ടിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ഇൻക്രീസ്ഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അതായത് നോർമലി എല്ലാവർക്കും അറിയാം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഒരിക്കലും എൻഡ് ഇല്ലാത്തൊരു കരിയറാണ് ഹെൽത്ത് കെയറിൽ ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ ഇൻഡസ്ട്രീസ് ഡൗൺ ആയാലും ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫ്യൂച്ചറിൽ ഒരിക്കലും എൻഡ് ഉണ്ടാവാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അത്രയും രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിൽ ഒരിക്കലും ലോസ് ഒന്നും സംഭവിക്കാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഹെൽത്ത് കെയറിൽ ഉണ്ടാവും. സോ അതിലേറ്റവും വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബെറ്ററായിട്ട് മോഡേണൈസ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ മെഡിക്കൽ കോഡേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരുടെ ഇടയിലും കേട്ട് വരുന്നുണ്ടാവും മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അല്ലാതെ നോർമലി നമുക്കറിയുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, വേറെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണല്ലേ. സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കൊന്നും അറിയാത്തൊരു സംഭവമാണ് അല്ലേ. സോ ഇവിടെ എന്താ പറയുന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ. ഓക്കെ, സോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു കരിയറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ മെഡിക്കൽ കോഡിംഗ് CPC സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഹയർ സാലറി പൊട്ടൻഷ്യൽ. യെസ്, സാലറി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നല്ല ഹൈ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്ര ചില്ലറപ്പെട്ട കാര്യമൊന്നും അല്ല. കാരണം നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. കാരണം 70 ആണല്ലോ ഇതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ സാലറി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. തേർഡ് പോയിൻ്റാണ് ഇംപ്രൂവ്ഡ് കരിയർ അഡ്വാൻസ്മെൻറ്റ്. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി മെഡിക്കൽ കോഡിംഗ് കഴിഞ്ഞ ഒരാൾ വന്നു, പിന്നെ CPC കഴിഞ്ഞ ഒരാൾ കൂടെ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ കൂടുതൽ പ്രിഫറൻസ് പോകുന്നത് CPC സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അവരെ ആയിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അവർ CPC സർട്ടിഫൈഡ് ആണ് അല്ലേ, അതായത് ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡറാണ്. സോ അതുകൊണ്ട് തന്നെ നോർമൽ കോഡേഴ്സിനേക്കാളും കൂടുതൽ അച്ചീവ്മെൻറ്റും അതുപോലെ തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് CPC സർട്ടിഫൈഡുള്ള ആൾക്കാർക്കും കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ കരിയർ അഡ്വാൻസ്മെൻറ്റ് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്ര ചില്ലറപ്പെട്ട കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്ത ഫോർത്ത് പോയിൻ്റാണ് എൻഹാൻസ്ഡ് കോഡിംഗ് സ്കിൽസ്. നമ്മുടെ കോഡിംഗ് സ്കിൽസൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് യൂസ്ഫുള്ളാണ്. അതായത് നമ്മൾ നോർമലി പഠിച്ചിട്ട് വരുന്നവരും ചുമ്മാ ഒരു മെഡിക്കൽ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞു, ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ കോഡിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ CPC സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത്ര ടൈമിനകത്ത് ഒരു കോഡ് എടുക്കണം എന്നാണ് വരുന്നത് അല്ലേ. 2 മിനിറ്റ്സിനകത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ
ആൻസർ ചെയ്യണം എന്നാണ്. അപ്പം ആ ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എഫിഷ്യൻ്റായിട്ട് കോഡ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും എന്താ പറയുക, നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു 2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ കൂടുതൽ നമുക്ക് ടൈമില്ല. ഓക്കെ, അത്രയും എഫിഷ്യൻ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്പെഷ്യലൈസേഷൻ. അതായത് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ CPC സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ് പഠിച്ച ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ ഒരു ബിഗിനിങ് സ്റ്റെപ്പാണ്. ഓക്കെ, സോ ഇതിന് ശേഷം ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് കിട്ടും. അതായത് ഇതിന് സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ നമുക്ക് CPCH എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ, കൂടെ തന്നെ ഹോസ്പിറ്റൽ. ഓക്കെ, CPCH എന്ന് പറയുന്നത്. അതുപോലെ CPC പേയർ, ഓക്കെ, CPCP എന്ന് പറയും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇത് കൂടാതെ തന്നെ CCA, CBSE എന്ന് പറയുന്ന മറ്റ് സർട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. സോ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് സർട്ടിഫിക്കേഷൻ ആണ്. സോ ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഹയർ ലെവലായിട്ട് വേറെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഡർ എന്ന് പറയുന്നത് എന്താ പറയുക, നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ചുമ്മാതൊന്നും അല്ല കുത്തിയിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലോട്ട് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് കൊടുക്കുന്നത്. ഓരോ സർട്ടിഫിക്കേഷൻ ബേസിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ഹെൽത്ത് കെയറിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന അനസ്തേഷ്യ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ അനസ്തേഷ്യ കോഡേഴ്സിനെ ആയിരിക്കും അവർ നിയമിക്കുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നിലും ഓരോ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും. സോ ഈ CPC എന്ന് പറയുന്നത് ജസ്റ്റ് ബിഗിനർ ലെവലുള്ള സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, 8th പോയിൻ്റാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. അതെ, നമുക്ക് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നമുക്കൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു CPC സർട്ടിഫിക്കേഷൻ നമ്മൾ ഏൺ ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ സ്വയം എന്താ പറയുക, ആത്മവിശ്വാസമൊക്കെ നമുക്ക് കുറച്ച് വർദ്ധിക്കാനൊക്കെ യൂസ്ഫുള്ളാണ്. നമ്മുടെ സ്വന്തം ഹാർഡ് വർക്കിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കാരണം സർട്ടിഫൈഡ് ആയല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. കാരണം നമ്മൾ ഇത്രയും ക്യാഷ് അടിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. സോ എന്നിട്ട് നമുക്കൊരു വാല്യൂ ഇല്ലാതെ ആവാൻ പാടില്ലല്ലോ. സോ എന്തായാലും മെഡിക്കൽ കോഡിംഗ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ ഫസ്റ്റ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ CPC സർട്ടിഫിക്കേഷൻ തന്നെയാണ്. കാരണം ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എവിടെ പോയാലും സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സർട്ടിഫൈഡ് ഓർ നോൺ സർട്ടിഫൈഡ് എന്ന് പറയുന്നൊരു കോളം അങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, നമ്മൾ നോൺ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് പ്രിഫറൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ വേണം എന്ന് നിർബന്ധമായിട്ട് പറയുന്ന ഓഫീസസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡേഴ്സിനെ മാത്രം വെച്ചിട്ട് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു റൂളുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ കേരളത്തിലും അതുപോലെ നമ്മുടെ ഇന്ത്യക്കകത്തൊക്കെ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ലോയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ വന്നിട്ടുള്ളത് സർട്ടിഫിക്കേഷൻ മസ്റ്റാണ് എല്ലാവിടെയും. ഓക്കെ, ഇപ്പം നിങ്ങളൊരു നോൺ സയൻസ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം സർട്ടിഫിക്കേഷനും ഇല്ല, നോൺ സയൻസും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു കരിയറിന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ മസ്റ്റാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിന് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. എല്ലാം നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് CPC എക്സാം എന്ന് പറയുന്നത് ടഫാണോ അല്ല ഭയങ്കര ഈസി ആണോ എന്നുള്ളതാണ് കേട്ടോ. CPC എക്സാം എന്ന് പറയുന്നത് ഈസി ആണോ ടഫാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈസി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല, എന്നാൽ ടഫാണോ ചോദിച്ചു കഴിഞ്ഞാൽ ടഫും അല്ല. ഓക്കെ, അതായത് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അവർ പ്രിപ്പറേഷൻ. അതായത് നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഈ എക്സാമിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫിക്കൽട്ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ഡിഫിക്കൽട്ടി ആയിരിക്കില്ല. പക്ഷേ എന്നാലും ഇതിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ടൈമിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എത്രത്തോളം പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്ന് വെച്ചാൽ കൂടെ നമുക്ക് ആ എക്സാം സമയത്ത് ഈ ടൈമാണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, എല്ലാവർക്കും അറിയാം 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് CPCയിലുള്ളത്, അതും 4 hours ആണ് നമുക്കുള്ളത്. ഈ 4 മണിക്കൂറിൽ ഈ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 minutes ആണ് നമ്മുടെ ടൈം വരുന്നത്.
അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2 മിനിറ്റ്സ് തന്നെ കറക്റ്റ് കൊടുക്കണം, എന്നാലാണ് നമുക്ക് ഈ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും കൂട്ടലോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, ടൈം കിട്ടില്ല, എൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ മെയിൻ വില്ലൻ ടൈമാണ്. സോ അത് നമ്മളൊന്ന് ഓവർകം ചെയ്യണം, കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ട് പോകണം. അങ്ങനെ ആദ്യം മുതൽ മാനേജ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 എണ്ണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈ കംപ്ലീറ്റ് ചെയ്തതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലേ. സോ അതൊരു ചലഞ്ചിങ് തന്നെയാണ്. കാരണം 100 എണ്ണം എഴുതി, പക്ഷെ അത് 100 മാർക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് തന്നെയാണ്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 70 ആണ്. സോ അറ്റ്ലീസ്റ്റ് 70, കറക്റ്റ് 70 അല്ലെങ്കിൽ 71 എങ്കിലും നമുക്ക് മേടിക്കണം, എന്നാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. സോ അതിനകത്ത് നമ്മൾ ഈ കൂടുതലും മോസ്റ്റ്ലി വരുന്നത് ഈ CPT ആണ്. ഓക്കെ, CPT ആണ് 80% വരുന്നത് CPT ആണ്. സോ CPT വളരെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ 80% നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അതിനകത്ത് കിട്ടും. പിന്നെ ICD കേസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ICD ഉണ്ടാവുള്ളൂ. ജസ്റ്റ് 5 or 6 അത്ര മാത്രം ക്വസ്റ്റ്യൻസേ ICD വരുള്ളൂ. ബാക്കി ഹിപ്പിക്സും സെയിം അതുപോലെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ചലഞ്ചിങ് എന്ന് പറയുന്നത് അനാറ്റോമി, അതുപോലെ മെഡിക്കൽ ടെർമിനോളജി ഒക്കെയാണ്. ഗൈഡ് ലൈൻ ക്വസ്റ്റ്യൻസ്, കോംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി ഒക്കെയാണ്. അനാറ്റോമി എന്ന് പറയുന്നത് ബേസിക്കായിട്ട് സയൻസ് സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും, കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്കിതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വയമായിട്ട് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് നമ്മൾ ഓൺലൈൻ റിസോഴ്സസ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടൊക്കെ പഠിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു മെയിൻ ഒരു സംഭവം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ CPT മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് പഠിക്കുക. ഓക്കെ, അത് കാരണം 80% അതാണ്. ഓക്കെ, 100%-ൽ 80യും CPT ആയതുകൊണ്ട് തന്നെ CPT വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ICD ഒക്കെ കിട്ടും, ഹിപ്പിക്സ് വളരെ ഈസി ആണല്ലോ. ICD നമുക്ക് ഒരുവിധമൊക്കെ ഒപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ CPT വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അനാറ്റോമിയൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ KKPP എന്ന് വേണമെങ്കിൽ പറയാം, കിട്ടി പോയാൽ പോയി, അതാണ് അവിടുത്തെ കേസ്. കാരണം എത്രയൊക്കെ പഠിച്ചാലും ഏത് ഭാഗത്തു നിന്നാണ് അനാറ്റോമി ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ അറിയ പോലുമില്ല, ചില ഗ്ലാൻഡുകളൊന്നും നമുക്ക് തിരിച്ചറിയില്ല എവിടെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അറിയത്തില്ല. അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്തെങ്കിലുമൊക്കെ വെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇത് എവിടെ എഫക്റ്റ് ചെയ്യുന്നതാണെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കോഡിങ് ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ലൈൻ പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്തും നമുക്ക് സ്കോർ ചെയ്യാനുള്ളൊരു വഴിയുണ്ട്. പിന്നെ ടൈം, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, സ്റ്റാർട്ടിങ് മുതൽ തന്നെ ടൈം കീപ്പ് ചെയ്ത് വന്നാൽ മതി. 2 മാർക്സിൻ്റെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് 2 മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾ വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യനും. ഓക്കെ, 3 മിനിറ്റ് ഒന്നും ഒരു ക്വസ്റ്റ്യന് വേണ്ടി ഇങ്ങനെ ഇരിക്കരുത്. കിട്ടിയില്ലെങ്കിൽ അത് വിടുക, നെക്സ്റ്റ് എടുക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ളതൊക്കെ പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പോൾ സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ ഏതൊക്കെ സീരീസിനാണ് വരുന്നത് എന്നുള്ളത് കൊടുക്കും. 10,000 സീരീസ്, 20,000, 30,000 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സീരീസൊക്കെ പെട്ടെന്ന് ചെയ്ത് പോവാം. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് 10 മാർക്കിൻ്റെ കേസ് സ്റ്റഡീസാണ്. അത് പല ആൾക്കാരും കുത്തിയിരുന്ന് ലാസ്റ്റ് മിനിറ്റിൽ കുത്തിയിരുന്ന് ചെയ്യാൻ നോക്കുന്ന ഒരു സംഭവമാണ്. അത് ലാസ്റ്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് കിട്ടുമോ എന്നുള്ള നമ്മുടെ ഒരു ഡൗട്ട് തന്നെയാണ്. കാരണം അത്രയും വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ. സോ അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്താൽ മതി. അതിന് മുന്നേ വരെയുള്ളത് വൃത്തിയാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ CPC എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അവർ പ്രിപ്പറേഷൻ. ഓക്കെ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ വളരെ നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, എല്ലാം സെറ്റായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ CPC ഈസ് വെരി ഈസി. ബട്ട് ചില സമയത്ത് നമുക്ക് ടെർമിനോളജീസ് അല്ലെങ്കിൽ അനാറ്റോമി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ CPT ഒന്നും തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമായിരിക്കും ഇത് പാസ്സാവാനായിട്ട്. കാരണം ഭയങ്കര ചലഞ്ചിങ് ആണ്. സോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം കോഡ് എടുക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് തട്ടിമുട്ടിയും പാസ്സാവാനായിട്ട് പറ്റും. എന്നാൽ 1 മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. കാരണം 70 ആണ്, 69 അല്ലെങ്കിൽ കറക്റ്റ് 70 ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ പാനിക് ആവാതിരിക്കുക. ഓക്കെ, കൂടുതൽ പാനിക്കായിട്ട് വെപ്രാളപ്പെട്ട് കോഡ് എടുക്കാൻ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കുക. സോ അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു 50 മാർക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് 70 ആണ്. സോ അതുകൊണ്ട് ഓൾമോസ്റ്റ് ടഫാണ്.
എന്നാലും നമുക്കത് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി മൈ എക്സ്പീരിയൻസ്, എൻ്റെ CPC എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ഏത് ഭാഗത്തു നിന്നാണ്, എങ്ങനെയാണ് എൻ്റെ ഒരു ജേണി എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഇതിനകത്ത് ഞാൻ കൂടുതലും ഈ CPC എക്സാമിന് ശ്രദ്ധിച്ചിരിക്കുന്നത് CPT മാത്രമാണ്. ഓക്കെ, 80% CPT എന്നായതുകൊണ്ട് CPT മാത്രം ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതായത് ആദ്യം ഞാൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ മെഡിസിൻ വരെയുള്ള ചാപ്റ്റർ, പിന്നെ അവിടെ നിന്ന് വീണ്ടും റിട്ടേൺ, അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രം ഞാൻ വളരെ നീറ്റായിട്ട് ക്ലിയർ ചെയ്തു പോയി. ICD ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ, അനാട്ടോമിയും തീരെ നോക്കിയിട്ടില്ല, വേറെ ഒന്നും ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. ഓൺലി CPT മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ICD ഒക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനകത്ത് വന്നിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് കൂടുതൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ നോക്കി അങ്ങനെ അത് മനസ്സിലാക്കി. പിന്നെ അനാട്ടോമിയുടെ കേസ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും തൊട്ട് നോക്കാത്തൊരു സബ്ജക്റ്റാണ് അനാട്ടോമി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കില്ല, അതുകൊണ്ട് തന്നെ അവിടേക്ക് അത് പഠിച്ച് ഞാൻ ടൈം കളഞ്ഞില്ല. നമുക്ക് കിട്ടുന്ന ടൈം വളരെ കുറച്ചാണ്. അപ്പോൾ അത് നമ്മൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടതും അതുപോലെ ഞാൻ ട്രൈ ചെയ്തതും CPTനെ മാത്രമായിരുന്നു പഠിക്കാൻ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അനാട്ടോമിക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു, 2 എണ്ണമൊക്കെ. 3 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു അനാട്ടോമിയിൽ ഉണ്ടായിരുന്നത്, 2 എണ്ണമൊക്കെ അറിയുന്നതായിരുന്നു. അപ്പോൾ അറിയുന്നതൊക്കെ ഇട്ടുപോയി. ബാക്കി എനിക്ക് അറിയാത്ത ഞാൻ നോക്കിയതേ ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചത്. എനിക്ക് അറിയില്ല എന്ന് കണ്ടതും ഞാൻ വേറെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരികയാണ് ചെയ്തത്. കാരണം 2 മിനിറ്റിനൊന്നും അവിടെ നിന്നില്ല, ഞാൻ വേഗം നെക്സ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മുടെ 10,000 സീരീസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്ത് വന്നു. 10,000-ൽ ആദ്യത്തെ 3 എണ്ണം ചെയ്തു, പിന്നെ സെക്കൻഡിലും പിന്നെയും 3 എണ്ണം ചെയ്തു. അങ്ങനെ കാരണം 6 ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 എണ്ണമൊക്കെ കുറച്ച് ഈസി ആയിരിക്കും, ബാക്കിയുള്ള 3 എണ്ണം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞിട്ട് ബാക്കി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാത്തിലും ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അറിയുന്നതൊക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് നോക്കാറ് പോലുമില്ല, നേരെ സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് വന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു. കേസ് സ്റ്റഡിയൊന്നും ഞാൻ തൊട്ടുപോലും നോക്കിയിട്ടില്ല, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കേസ് സ്റ്റഡിയൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പം അങ്ങനെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ ക്വസ്റ്റ്യൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് കേട്ടോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയ ലെങ്ത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെ നോക്കിയിട്ട് പിന്നെ കുറച്ച് മീഡിയം ലെങ്ത്തുള്ളതിലേക്ക് വന്നു. മീഡിയം ലെങ്ത്തുള്ളത് ഒരുവിധം വന്ന ശേഷം ഞാൻ ഒരു പകുതി ആയപ്പോൾ കേസ് സ്റ്റഡിയിലോട്ട് പോയി, പതുക്കെ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷനാണ് കേസ് സ്റ്റഡിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ. പ്രത്യേകിച്ച് ആ കേസ് സ്റ്റഡിയിൽ ഏറ്റവും ലാസ്റ്റ് 5, 6, 7, 8 ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ എങ്ങാനും അവിടെ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കേസ് സ്റ്റഡിയിലോട്ട് ഞാൻ വന്നു. കേസ് സ്റ്റഡിൻ്റെ ഒരു ടിപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രൊസീജിയർ പെർഫോമഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കോഡ് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, വേറെ ഒന്നും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡിയിൽ നിന്ന് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 5 ഞാൻ തൊട്ടിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും മുകളിലോട്ട് പോയി വീണ്ടും ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനാട്ടോമി അറിയുന്നത് മാത്രം ഞാൻ ടിക്ക് ചെയ്ത് വിട്ടു. അതുപോലെ തന്നെ ഗൈഡ് ലൈൻ ക്വസ്റ്റ്യൻസും അറിയുന്നതൊക്കെ ഇട്ട് വെച്ചു. ആദ്യം എല്ലാം അറിയുന്നത് ഞാൻ ചെയ്തു, അവസാനമാണ് ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അറിയാത്തത് കുത്തിയിരുന്ന് സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കാതെ നമ്മൾ നീറ്റായിട്ട് കൊടുക്കുക. അതും 2 മിനിറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതിൽ കൂടാനായിട്ട് പാടില്ല. അതൊരു ടിപ്പാണ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ CPT അത് പച്ചവെള്ളം പോലെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 80% നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഷുവറാണ്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, CPT മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ളത് സ്കോർ ചെയ്ത് നമുക്കൊരു ഇതില്ല, നമുക്ക് അറിയത്തില്ല അത് നമ്മൾ പഠിക്കുന്ന തന്നെയാണോ അനാട്ടമിയൊക്കെ വരുന്നത്, നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി ടൈം കളയാതെ CPT നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ICD നോക്കുക. പിന്നെ ഗൈഡ് ലൈനൊക്കെ ഒന്ന് വൃത്തിക്ക് കൂടെ തന്നെ ഗൈഡ് ലൈൻ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ലൈൻ്റെ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.